ഇന്ന് ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റിവിഷൻ തുടങ്ങിയില്ലേ? നീ വല്ലതും പഠിച്ചോ പാറു? എവിടെ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. വിദ്യാധര വാസ് ദ കിങ് ഓഫ് കാന്താര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് എ വൈസ് കിങ്. ഇതെന്തിനാ നീ വായിക്കുന്നത്? മറന്നോ നിങ്ങള്? ടീച്ചർ അന്ന് പോകുമ്പോ പറഞ്ഞില്ലായിരുന്നോ ടെക്സ്റ്റ് വായിപ്പിക്കുന്നു? ടീച്ചർ പറഞ്ഞത് ഇന്ന് റിവിഷൻ നടത്തുന്നല്ലേ, ടെക്സ്റ്റ് വായിപ്പിക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ. റിവിഷനുണ്ട്, ടെക്സ്റ്റും വായിപ്പിക്കും, അതാ. നിന്റെ റിവിഷൻ ചെയ്യലൊക്കെ കഴിഞ്ഞോ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല, അതാ വായിച്ചു നോക്കുന്നത്. എങ്കിൽ നീ വായിച്ചോ. ഡി പാറു, ഈ പെണ്ണിത് എന്തായി വായിക്കുന്നത്? അവളോട് പഠിപ്പിച്ച്. നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? ഞാൻ ചുമ്മാ നോക്കിയതാ. നീ ടെക്സ്റ്റ് എടുത്തേ, നമുക്ക് വെറുതെ വായിച്ചോക്കെങ്കിലും ചെയ്യാലോ. ഇത് എന്തൊരു കഷ്ടത്. സ്കൂളിൽ വന്ന ഏത് നേരം ഇപ്പൊ പഠിപ്പാ. സ്റ്റുഡൻസ്, എല്ലാരും റിവിഷനുള്ളതൊക്കെ പഠിച്ചില്ലേ? ഇന്ന് ഞാൻ റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാവരും പഠിച്ചില്ലേ? എന്നിട്ടെന്താ ആരും ബുക്കൊന്നും എടുക്കാതെ ഇരുന്ന് പഠിച്ചൂടെ? ഞാൻ വരുമ്പോഴേക്കും. എന്നാലും ഞാൻ 5 മിനിറ്റ്സ് തരുന്നുണ്ട്, വേഗം എല്ലാരും ഒന്ന് വായിച്ചു നോക്ക്. ഒന്നാവില്ല ടീച്ചർ. ഇതെന്തോ അടി പഠിക്കാന്, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. എന്തായി, എല്ലാവരുടെയും വായിക്കൽ കഴിഞ്ഞില്ലേ? എല്ലാവരും ബുക്ക് ക്ലോസ് ചെയ്യ്, ടീച്ചർ ചോദ്യം ചോദിക്കാം. വേഗം വേഗം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പാറു പറ, ഒരു നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? എന്തുവാടി, എന്താ നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ തയ്യാറാക്കേണ്ടത്? എനിക്കറിയില്ല, നീ വേണ്ടി ലച്ചുനോട് ചോദിക്ക്. ലച്ചു, ഒന്ന് വേഗം പറയൂ, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയില്ല അല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. നീ വീട്ടിലേക്കല്ലേ വരുന്നത്? എന്താ അവിടെ? പാറു, വേഗം പറ. സ്റ്റാൻഡ് അപ്പ്. ടീച്ചർ, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ ഹെഡിങ് എഴുതണം. ഹെഡിങ് മാത്രം മതിയോ? ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അത് നമ്മൾ എടുത്ത് എഴുതണം. പഠിക്കാൻ പറഞ്ഞ ഒന്നും പഠിച്ചിട്ട് വരണ്ട കേട്ടോ. ലച്ചു, ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്താണ് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പ്ലേസും ഡേറ്റും എഴുതണം, പിന്നെ ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ എഴുതണം, പിന്നെ ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ മാം എന്ന് എഴുതണം. കണ്ടോ പാറു, നിന്റെ ലച്ചു നന്നായിട്ട് പഠിക്കും. നീ എന്താ ഇങ്ങനെ? ക്ലാസ് ലീഡർ ആണ് പോലും, എന്നിട്ടും പഠിക്കില്ല. നീ എല്ലാവരും പറഞ്ഞ നിനക്ക് അറിയത്തില്ല എന്ന്. സിറ്റ് ഡൗൺ ലച്ചു. താങ്ക് യു ടീച്ചർ. പാറുവിനോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ? സ്റ്റാൻഡ് അപ്പ്. എന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞേ? എണീറ്റ് നിൽക്ക്. ആ നോട്ടീസ് മുഴുവൻ പഠിച്ചിട്ട് ഇന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി. ശരി ടീച്ചർ. മാറി നിൽക്ക് നീതു, നീ പുറത്ത് കിടക്കട്ടെ. പാറു, നീ ക്ലാസ്സിന് പുറത്ത് പോവാ, നീ ഒറ്റയ്ക്ക് നിൽക്കൂ? ഇല്ല, എങ്കിൽ നീയും കൂടി പോരെ. അതിന് ടീച്ചർ എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ല. നിന്നോടിപ്പോ ചോദിക്കും, നീ അങ്ങോട്ട് പോരാൻ തയ്യാറായിട്ട് നിന്നോ? ഇല്ല മോളെ, ഞാൻ ഇന്ന് രക്ഷപ്പെടുന്ന തോന്നുന്നത്. എന്റെ മനസ്സ് പറയുന്നു അങ്ങനെ. മാറി നിൽക്ക്, അതെന്തെങ്കിലും ആവട്ടെ. പഠിച്ചു വരുമ്പത്തിന് എന്താവും എന്റെ അവസ്ഥ? ഇല്ല, എന്താ വരുന്നുണ്ടാ? അവളുടെ ഒരു ചോദ്യം. നെക്സ്റ്റ് നീതു, പറഞ്ഞോളൂ, നോട്ടീസ് പറ. ഞാനോ? എന്റെ ഈശ്വര, എന്ത് ചെയ്യും ഞാനിപ്പോ? വേഗം പറ, സമയല്ലേ, ഇപ്പൊ ബെല്ലടിക്കും. The king Vidyadhara was held to conduct a test. ബാക്കി പറ. conduct a test. conduct a test അവരെ പഠിച്ചിട്ടുള്ളൂ, അത് മാത്രമേ ഞാൻ എഴുതി തന്നിട്ടുള്ളൂ നോട്ടില്. എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ട് നിന്നോ, ഒരു നാണവുമില്ല. ഗെറ്റ് ഔട്ട്, വേഗം ക്ലാസ്സിന് പുറത്ത് പോ. പോയിരുന്ന് പഠിക്കേ, പഠിച്ചിട്ട് കയറിയാൽ മതി രണ്ടാളും ഇന്ന് ക്ലാസ്സിലേക്ക്. ടീച്ചർ, ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് വേഗം പറഞ്ഞു തരാം ടീച്ചർ. ഇപ്പൊ ഒന്നും കൂടി നോക്കിയിട്ട്. ഇത്ര ദിവസം വീട്ടിൽ പഠിക്കാൻ വന്നിട്ട് സമയം ഉണ്ടാകാത്തോളാ ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നത്. വേഗം പുറത്തിറങ്ങി വേഗം പഠിക്കാൻ നോക്ക്. ശരി ടീച്ചർ. ഒരൊറ്റെണ്ണം ക്ലാസ്സിൽ പഠിച്ചിട്ട് വരില്ല, ശരിയാക്കി തരുന്നുണ്ട് എല്ലാറ്റിനും ഞാൻ. The king Vidyadhara has held to conduct a test. ഇവിടെ
നിന്നോളാം. അവളുടെ അടുത്തെങ്ങാനും പോയി നിന്നിട്ടുണ്ടെങ്കിൽ. ഇവളല്ലേ പറഞ്ഞു ഞാൻ ഇന്ന് രക്ഷപ്പെടുമെന്ന്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ടീച്ചർ. രണ്ടാളോട് ഞാനൊരു കാര്യം പറയാം. 10 മിനിറ്റിനുള്ളിൽ അത് പഠിച്ചിട്ട് വേഗം എന്നെ കേൾപ്പിക്കണം. ഇന്നത് പഠിച്ചിട്ട് നിങ്ങൾ പോവാവോ? ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ കാണും. കേട്ടല്ലോ? ശരി ടീച്ചർ. ഇവിടെ ഞാൻ നിന്നിട്ട് വർത്തമാനം പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. എന്താടി നീ ഇന്ന് രക്ഷപ്പെട്ടില്ലേ? നീയല്ലേ പറഞ്ഞ ടീച്ചർ എന്നോട് ചോദ്യം ചോദിക്കില്ലേ? ഇന്ന് എന്റെ മനസ്സ് പറയുന്നു ഞാൻ രക്ഷപ്പെടുമെന്ന്. നീ കളിയൊന്നും വേണ്ട. 10 മിനിറ്റിനുള്ളിൽ വേഗം പഠിച്ചോ. ഞാനിത് ഇപ്പൊ പഠിച്ചിട്ട് തീർക്കും. എന്നിട്ട് ടീച്ചറെ കേൾപ്പിക്കും. നീ അപ്പോൾ ഇവിടെ തന്നെ നിന്നോ. പിന്നെ നിന്നെ കൊണ്ട് വൈകും ഇപ്പൊ ഇത് 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ. ഞാൻ പഠിക്കും. നീ പൊടി. എനിക്ക് വയ്യ. എന്റെ മനസ്സ് പറയുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മിണ്ടാ നിന്റെ കാര്യം നോക്കി പൊക്കോ. നിനക്ക് ദേഷ്യം വരുമോ? ടീച്ചർ ഈ പാറു എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ പാറു? എന്താ ഇവിടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റിനുള്ളിൽ പഠിച്ച് കേൾപ്പിക്കണമെന്ന്. ഇല്ല ടീച്ചർ ഞാൻ പഠിക്കായിരുന്നു. അല്ല ടീച്ചർ എന്നെ കളിയാക്കി അവള്. രണ്ടുപേരോടും കൂടിയിട്ട് ഞാനൊരു കാര്യം പറയാം. വേഗം പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് കൊല്ലം. ഇല്ലേ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കും. ഇല്ലേ ഇമ്പോസിഷനും കിട്ടും. പറഞ്ഞേക്കാം. വേണ്ട ടീച്ചർ ഞങ്ങൾ പഠിച്ചോളാം. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. എക്സാം ആണ് വരാൻ പോകുന്നത്. വേഗം പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. മാർക്ക് എങ്ങാനും കുറഞ്ഞാ ഞാൻ പറഞ്ഞേക്കാം. പാറു വേഗം പഠിച്ചോ.